Mesmerizing wedding collection. Tejaswini by Chungat Jewelry. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് 12 വർഷത്തെ പാരമ്പര്യം. ഗവൺമെന്റ് അംഗീകൃത ISO സർട്ടിഫൈഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസി. ഡ്രീംസ് ആൻഡ് റിയാലിറ്റി. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. Beautiful. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ, അങ്കമാലി. പാലിശ്ശേരിയിൽ ഓണനിലാവ് തെളിഞ്ഞു. ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച അഖില കേരള ഓണംകളി മത്സരം നാടിന്റെ ആഘോഷമായി മാറി. ആവേശകരമായ മത്സരത്തിൽ നാദം ആർട്സ് നെല്ലായി ജേതാക്കളായി. ലങ്കയ്ക്കൊരു പൊന്മകളെന്നോ അതിലും മഴകം കൊടിയെന്നോ ആ വഴിയിൽ വിലകം ചൂടും പെണ്ണിലെ മോഹം തിരുവഴിയെന്നോ രാജപ്പെട്ട പാതിയോടെ തീർന്നുവോ നാദാ ദുർവിധിക്ക് കാരണം ഈ സീതയോ. രാമാന്തികളാവരമോട് ചെടുതിയിലവിടം വീക്ഷണമോട് ഹസ്തങ്ങൾ പലവിധമോട് മായാവിഞ്ചകളും മഴകളോടെ പെരുമഴയോടെ ഭീകരം വാനിൽ പൊട്ടിപ്പട്ടല തൊണികളും ഒന്നും പോർക്കണം. കൊല്ലുസേ അഴകേ വെഞ്ചിപ്പം അതുമിയെല്ലാം മൃദുലേ ശ്രീമന്തരേഖയിൽ കുങ്കുമം ചാർത്തുവാൻ ആരും കൊതിക്കുന്ന കല്യാണം സ്വയംവര ശരമായി വിരലു നീ എന്നെന്നും താതനെന്നും നീ ദേവി കല്യാണം കല്യാണം പുലരെ കുഞ്ഞു കുളിരിൽ ഋതുമാറി നിന്നു തളിരിൽ പതിയെ പുതുമലരായി വിരിയുന്ന ചെമ്പനീരേ പുലരെ കുഞ്ഞു കുളിരിൽ ഋതുമാറി നിന്നു തളിരിൽ. പരമ്പരാഗത കലാരൂപങ്ങൾ അന്യം നിന്നു പോകാതിരിക്കാനുള്ള പ്രശംസനീയമായ ഇടപെടലുകളാണ് ഡിവൈഎഫ്ഐ പാലിശ്ശേരി യൂണിറ്റ് നടത്തിവരുന്നത്. വർഷം തോറും ഡിവൈഎഫ്ഐ നടത്തിവരുന്ന ഓണം കളി മത്സരം ഗ്രാമവാസികൾ ഒന്നാകെ ഏറ്റെടുത്ത് നാടിന്റെ ആഘോഷമായാണ് കൊണ്ടാടി വരുന്നത്. ഈ വർഷം ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ച ഓണനിലാവ് 2025 പൊതുജന പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി. പാലിശ്ശേരി ക്വാർട്ടേഴ്സ് ഗ്രൗണ്ടിലാണ് ഓണനിലാവിന്റെ പ്രഭ പരന്നത്. പ്രശസ്ത സിനിമാ താരം മീനാക്ഷി മാധവ് ഓണം കളി മത്സരം ഉദ്ഘാടനം ചെയ്തു. സന്തോഷമുണ്ട് ഇത്രയും ജനങ്ങൾ ഇങ്ങനെ നിൽക്കുന്ന ഈ ഒരു വേദിയിൽ ഇവരുടെയൊക്കെ കൂടെ വേദി പങ്കിടാൻ സാധിച്ച് ഒരുപാട് സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് ഓണക്കളി ഇങ്ങനെ കാണുന്നത്. അപ്പോൾ അത് ഇവിടെ ആയതിൽ ഒരുപാട് സന്തോഷം. കാരണം ഞാൻ ചാലക്കുടിക്കാരിയാണ്. അപ്പോൾ നമ്മുടെ തൊട്ടടുത്ത് ഇത്രയും നല്ലൊരു പരിപാടി, ഒരു ഓണക്കളി മത്സരം നടക്കുന്നു എന്ന് അറിഞ്ഞപ്പോൾ വരാതിരിക്കാൻ പറ്റിയില്ല. അതിലുപരി ഇത്രയും ജനങ്ങള് ഇങ്ങനെ ഒരു പ്രോഗ്രാമിനെ സപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. എനിക്ക് സത്യം പറഞ്ഞ ഈ ഒരു ഓണക്കളി മത്സരം കണ്ടപ്പോൾ പഴയ കാലമാണ് ഓർമ്മ വന്നത്. ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉണ്ടായിരുന്ന കലോത്സവ വേദികള്, തിരുവാതിരക്കളി, ഗ്രൂപ്പ് ഡാൻസ്. ഞാനൊരു ക്ലാസിക്കൽ ഡാൻസറാണ്. അപ്പോൾ സ്ഥിരം കലോത്സവ വേദികളായിരുന്നു എനിക്ക് ഏറ്റവും എന്റർടൈൻമെന്റ് ആയിട്ട് ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നു. അപ്പൊ അതാണ് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ചേട്ടന്മാരൊക്കെ ഇവിടെ ഭയങ്കര എനർജറ്റിക് ആയിട്ട് അടിപൊളി പെർഫോമൻസ് ഇവിടെ ചെയ്തപ്പോൾ എനിക്ക് അതാണ് ആദ്യം ഓർമ്മ വന്നത്. ഈ ഓണക്കളി മത്സരത്തെ പറ്റി സത്യം പറഞ്ഞാൽ ഇത്രയും നല്ല എനർജറ്റിക് ആയിട്ട് ഇത്രയും ചേട്ടന്മാർ ഒരുമിച്ച് ഗ്രൂപ്പായിട്ട് ഡാൻസും പാട്ടും ഒരുമിച്ച് ചെയ്യാന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അതിനവർക്ക് ഏറ്റവും അതിന് തന്നെ ഒരു വലിയ കയ്യടി അവർക്ക് കൊടുക്കണം.
ഓണനിലാവിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച സൊവനീറിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. മറിമായം ഫെയിം, ലക്ഷ്മി ധന്യ സാജു, സിനിമാ താരങ്ങളായ CK മോഹനൻ, തങ്കം മോഹനൻ, GCDA എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് KK ഷിബു, CPM അങ്കമാലി ഏരിയ സെക്രട്ടറി KP രജീഷ്, അങ്കമാലി നഗരസഭ മുൻ ചെയർമാനും കൗൺസിലറുമായ ബെന്നി മൂഞ്ഞേലി, KP അനീഷ്, ജിഷ ശ്യാം, ജോണി മൈപ്പാൻ, മേരി ആന്റണി, റെനിത ഷാബു, റോജിസ് മുണ്ടപ്ലാക്കൽ, സച്ചിൻ കുര്യാക്കോസ്, ജിജോ പൗലോസ്, സംഘാടക സമിതി ചെയർമാൻ KK മുരളി, കൺവീനർ സുനു സുകുമാരൻ എന്നിവർ പ്രസംഗിച്ചു. ആന്റണി പാറേക്കാട്ടിൽ രചിച്ച പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നടന്നു. കലാഭവൻ മണിയുടെ സഹോദരി പുത്രൻ സജിത് മാമ്പ്ര നാടൻ പാട്ടിന്റെ മാസ്മരികതയാൽ ആസ്വാദകരെ കയ്യിലെടുത്തു. നാദം ആർട്സ് നെല്ലായി, യുവധാര കലാവേദി കോൾക്കുന്ന് എന്നീ ടീമുകളാണ് മത്സരത്തിൽ മാറ്റുരച്ചത്. സ്വരമാധുര്യത്താലും ചടുലമായ ചുവടുവയ്പ്പുകളാലും രണ്ടു ടീമുകളും കാണികളുടെ മനം കവർന്നു. മണിക്കൂറുകൾ നീണ്ട മത്സരത്തിനൊടുവിൽ നാദം ആർട്സ് നെല്ലായി ജേതാക്കളായി. യുവജനങ്ങൾക്കു വേണ്ടിയുള്ള സമര പോരാട്ടങ്ങൾക്കും ജനക്ഷേമ പ്രവർത്തനങ്ങൾക്കുമൊപ്പം കലാപ്രോത്സാഹന രംഗത്തും തങ്ങൾ മുന്നിലാണെന്ന് തെളിയിക്കുകയായിരുന്നു DYFI പാലിശ്ശേരി യൂണിറ്റ്.